കണ്ടന്റ് കൊടുക്കാതെ ഔട്ടായ എല്ലാ റീ എൻട്രീസും തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ എത്തുമ്പോൾ 100 ദിവസത്തെ കണ്ടന്റ് ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അനുമോളെയാണ് കൂടുതൽ പേരും അറ്റാക്ക് ചെയ്യുന്നത്. അനുമോള് പലയിടത്തും പലരെ പറ്റിയും സദാചാര വർത്തമാനം നടത്തിയിട്ടുണ്ട്, മോറൽ പോലീസിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അനുമോൾ മാത്രമാണ് അവിടെ കുറ്റക്കാർ അല്ല. ആദില, നൂറ, ശൈത്യ ഈക്വലി ഇവിടെ കൾപ്രിറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇവരൊന്നും എക്സ്പോസ്ഡ് ആവാത്തതിന്റെ ഒരു റീസൺ, അനുമോളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും ഇവര് അവരുടെ കൂടെ ചെന്ന് അനുമോൾക്കെതിരെ കല്ലെറിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ഗിൽറ്റ് എക്സ്പോസ്ഡ് ആവുന്നില്ല. അതൊരു ടാക്ടിക് ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ആദിലയുടെ കേസിൽ ആദില പലപ്പോഴും ഷാനവാസിനെതിരെയും അനുമോൾക്കെതിരെയും ഈ ഗെയിം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിൻസി ആൻഡ് അപ്പാനിയെ പറ്റിയുള്ള ചർച്ച ശരിക്കും ഷാനവാസിന്റെ അടുത്ത് എത്തിക്കുന്നത് ശൈത്യ ആൻഡ് ആദില നൂറയാണ്. പക്ഷെ അനുമോളുടെ പുറത്താണ് എല്ലാ കുറ്റവും ആൾക്കാർ ചാർത്തി കൊടുക്കുന്നത്. അഭിലാഷ് മാത്രം അനുമോളെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും അനുമോൾക്ക് ഇതൊരു കണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അനുമോൾ അവിടെ അത് കാര്യമാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അനുമോൾക്കറിയാം അനുമോളെ കപ്പടിക്കുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമായിട്ട് അനുമോൾ എടുക്കുന്നില്ല. തമാശയായിട്ടെങ്കിലും അനുമോൾ ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് തലയിലിടാൻ മുണ്ടൊന്നും വേണ്ട, ഞാൻ പർദ്ദ കൊണ്ടുവന്നിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പം തിരിച്ചു പോകുമ്പോൾ ഞാൻ അതിട്ടോണ്ടായിരിക്കും പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോൾക്കറിയാം അനുമോളുടെ ഇമേജും അത്ര നല്ലതല്ല എന്ന്. ഏത് വിധേനയും കപ്പടിക്കണം എന്നാണ് അനുമോളുടെ ആഗ്രഹം. അതുകൊണ്ട് ഇതൊന്നും അനുമോൾക്ക് ഒരു പ്രശ്നമല്ല. മറ്റു പലർക്കും അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇതെല്ലാം ഒരു സൈബർ അറ്റാക്കും ബുള്ളിങ്ങും ആയിട്ടൊക്കെ കൺവേർട്ട് ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം അനുമോളോടൊരു ദേഷ്യമുണ്ട്. പക്ഷെ ഇവരൊക്കെ മനസ്സിലാക്കാത്തത് ആദില, നൂറ, ശൈത്യയും ഈക്വലി ഈ കാര്യങ്ങളിലൊക്കെ പങ്കാളികളാണ്. ഇവിടെ അനുമോളുടെ ഫ്രണ്ട്ഷിപ്സും അക്ബറിന്റെയും നെവിന്റെയും ഫ്രണ്ട്ഷിപ്സിന്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. അക്ബറിനെ എല്ലാരും കൂടെ വളഞ്ഞ് ആക്രമിക്കുമ്പോൾ അപ്പാനി പറയുന്നത്, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തേനെന്നാണ്. ഇതേപോലെ തന്നെ രഞ്ജിത്തും ജിഷ്ണും കൂടെ നെവിനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും അക്ബർ അവിടെ നെവിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് തന്നെ നെവിനെ ഡിഫെൻഡ് ചെയ്യുന്നു. രഞ്ജിത്തിന്റെ വായടപ്പിക്കുന്ന രീതിയിൽ അക്ബർ അവിടെ മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ജിസേലിന്റെ റീ എൻട്രി കാണാനാണ്. പക്ഷെ ജിസേൽ വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം പ്രൊമോയിലൊന്നും ജിസേലിനെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിസേൽ വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ജിസേൽ വന്നിരുന്നെങ്കിൽ ജിസേലിന്റെ അടുത്ത് എല്ലാവരുടെയും ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നെന്ന് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഏതായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം.